ഇസ്രയേൽ അമേരിക്ക സംയുക്ത സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും മധ്യപൂർവേഷ്യ അശാന്തിയുടെ പിടിയിലാണ്. ഒരു വശത്ത് ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ മിസൈൽ വർഷം നടത്തുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചും GCC രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയും പ്രത്യാക്രമണം തുടരുകയാണ് ഇറാൻ. ഫെബ്രുവരി 28-ന് പുലർച്ചെയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ലയൺസ് റോർ എന്ന പേരിൽ ഇസ്രയേലും ഇറാനിൽ സംയുക്താക്രമണം നടത്തിയത്. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചു. ഖമനേയി താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ അടക്കം പ്രയോഗിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഖമനേയിയുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. വൈകാതെ ഇറാന്റെ പ്രത്യാക്രമണം തുടങ്ങി. ഇസ്രയേലിനു പുറമെ GCC രാജ്യങ്ങളിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. പിന്നാലെ മേഖലയിലെ രാജ്യങ്ങളെല്ലാം വ്യോമപാത അടച്ചു. GCC രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചതോടെ 10,000-കണക്കിന് യാത്രക്കാർ പെരുവഴിയിലായി. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ക്രൂഡ് LNG നീക്കവും നിശ്ചലമായി. മിനാബിലെ പ്രൈമറി സ്കൂളിൽ 165 കുട്ടികളുടെ മരണം യുദ്ധത്തിന്റെ തീരാനോവായി. അമേരിക്കയുടെ മിസൈൽ ആക്രമണത്തിലാണ് സ്കൂൾ കെട്ടിടം തകർന്ന് കുട്ടികൾ മരിച്ചത്. അതിനിടെ ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ കപ്പൽ തകർന്ന് 87 നാവികർ മരിച്ചത് സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. ഇറാനെ പൂർണ്ണമായും ആണവ വിമുക്തമാക്കുമെന്നും അതുവരെ ആക്രമണം തുടരുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. യുദ്ധം ഒരാഴ്ച പിന്നിട്ടതോടെ ഇറാനിൽ മാത്രം മരണം 1000 പിന്നിട്ടിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.